രജൌരി ഒരു മനോഹരമായ പ്രദേശമാണ്. മിനി കശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന അലോസരം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ടൂറിസ്റ്റ് പ്രദേശമായി മാറേണ്ട ഇടമാണ്. നമുക്കിപ്പോൾ ഇവിടെ തന്നെയുള്ള आपका नाम है अनुराग खंडोत्रा जी, आप क्या करते हो? मैं बिजनेसमैन हूँ। ये रजौरी के बारे में कुछ बताएंगे आप? रजौरी में पिछले 6 मई रात के बाद 3-4 दिन से बहुत ज़्यादा शेलिंग बम्बार्मेंट हुई। पाकिस्तान की तरफ से बहुत सारी कोशिशें की गई हमारी आर्म्स पे गोलियां, बम और शेलिंग गिराने की, बट हमारी हिंदुस्तान आर्मी ने पाकिस्तान को नस्ता नाबूद कर दिया। उनके एयर स्पेस उड़ा दिए, उनके घर जाके उनको इतनी धूल चटाई है कि पाकिस्तान अब दोबारा नहीं सोच सकता कि हिंदुस्तान पर उंगली भी उठाएगा। ये बहुत सारे बड़ी हिस्टोरिकल है रजौरी डिस्ट्रिक्ट, रजौरी टाउन पुराने ज़माने से इतना खूबसूरत है। यहाँ पे एक बड़ा एक टूरिस्ट स्पॉट बनने का था, ये जैसा लोग श्रीनगर जाते हैं। इसको क्या रोकता है? रजौरी की ब्यूटी के बारे में रजौरी को क्या रोकता है आप बताइए। राजौरी को राजवाड़े बोलते हैं, द लैंड ऑफ किंग्स। तो यहाँ पे किला है बहुत फेमस, आगे पीछे यहाँ के नियर बाय सराउंडिंग्स बहुत अच्छी जगह हैं, लेक्स हैं, बट मिलिटेंसी की वजह से अब पीछे था। अब इंडिया ने, मोदी जी ने कल बोल दिया है अगर वो एक गोली चलाएंगे तो हम उनका घर गोले चलाएंगे, तो अगर उनको उड़ा देंगे तो हम इधर आराम से रहेंगे। तो आप क्या सोचते हैं ये अपना सीज फायर जो अभी हुआ है और भारत ने बहुत स्पष्ट बताया है कि आप एक गोली चलाओ, वहां से आप गोला चलाओ और पूरे की पूरे यहाँ सुरक्षित बनाई। हम कंप्रोमाइज नहीं करेंगे, हमने बोल दिया है। हम भारतीय सेना हमारे पर जब तक है, हमारे साथ है, हम यहाँ पे सुरक्षित हैं। मैं लोगों को कहना चाहता हूँ आप आराम से रहो, जब तक भारतीय सेना, हमें कुछ नहीं हो सकता, हमारा बाल भी नहीं उखाड़ सकता पाकिस्तान। इसलिए मैं बोलता हूँ भारत माता की जय। ജയ് ഭാരത് മാതാ കി ജയ്. അനുരാഗ് ഖണ്ഡോത്ര ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, മെയ് 6 മുതൽ ഇവിടെ തുടർച്ചയായി നടന്നിരുന്ന ഷെല്ലാക്രമണങ്ങളും പാക് പ്രകോപനങ്ങളും അലോസരം സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, അതായത് കൃത്യമായ തിരിച്ചടി ഭാരതം നൽകിയെന്നും ഭാരത സേനയിലും ഭാരത സർക്കാരിലും പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. ജിഷ്ണു, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ സ്ഥലമാണ് രജൗരി. അദ്ദേഹം കുറച്ചുകൂടി വിശദീകരിച്ചു തരുന്നു. രാജാക്കന്മാരുടെ ഇടമാണ് രാജൌഡ, അതാണ് രജൗരിയായി മായതെന്ന്. നമുക്ക് പിന്നിൽ മലനിരകൾ കാണാം. ഒരു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇവിടുത്തെ മനോഹര കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ കോട്ട, അതുപോലെ മനോഹരമായ തടാകങ്ങൾ, ഇതൊക്കെ ഉണ്ടായിട്ടും പക്ഷേ രജൗരിക്ക് ഒരു അത് അർഹിക്കുന്ന തരത്തിലുള്ളൊരു അംഗീകാരം അല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള വികസനം സാധ്യമാകാതെ വരുന്നത് ഇത്തരത്തിൽ ഉള്ള തുടർച്ചയായ പ്രകോപനങ്ങൾ, ഷെല്ലിങ്ങുകൾ ഒക്കെ ആണ്. ജിഷ്ണു, തീർച്ചയായും. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിട്ടുള്ളൊരു ആത്മവിശ്വാസം എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഇന്ത്യൻ സൈന്യം കൂടെയുള്ളിടത്തോളം കാലം നമുക്കിവിടെ ജീവിക്കാൻ യാതൊരു ഭയവുമില്ല എന്നുള്ളതാണ് തുടർച്ചയായി ഷെല്ല് വീണുകൊണ്ടിരുന്ന ഒരു മേഖലയിൽ നിന്നുകൊണ്ട് ഒരു ഭാരതത്തിന്റെ പൗരൻ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത്തരം ആത്മവിശ്വാസവും സൈന്യത്തിലുള്ള വിശ്വാസവും തന്നെയാണ് ഈ അതിർത്തി മേഖലകളിൽ ആളുകളുടെ ജീവിതത്തിന് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രജൗരിയിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രജൗരി എന്നുള്ളത് നേരത്തെ രജപുത്ത് രാജവംശത്തിന്റെ ഭരണ നടന്നിരുന്ന മേഖലയായിരുന്നു. കാലങ്ങളോളം രാജവംശം ഭരണം നടത്തിയിരുന്ന മേഖല. ഒപ്പം രജൗരിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മുഗൾ അധിനിവേശത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും പ്രതിരോധവും നടത്തിയിട്ടുള്ള ഭൂമി കൂടിയാണ് രജൗരി. നിലവിൽ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനുമായി നിയന്ത്രണ രേഖയിൽ അതിർത്തി പങ്കിടുന്ന മേഖല. ഇപ്പോൾ കാണുന്ന ഈ പ്രദേശങ്ങൾ തീർത്തും ഭാരതത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറത്താണ് ഭാരതത്തിന്റെ സൈനിക വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ എത്തിയപ്പോൾ പ്രദേശവാസികളും ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിക്കുമ്പോൾ ഈ മലയ്ക്കപ്പുറം ഭാരതത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ, അതിനപ്പുറത്തേക്കുള്ള ഹില്ലേരിയ വരുന്നത് പാകിസ്ഥാൻ ബോർഡർ, അതിനിടയിലാണ് LOC വരുന്നത്. അവസാന ഗ്രാമപ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത്. അതിൻ്റെ നേരത്തെ പ്രദീപ് പിള്ളയും ഒപ്പം നമ്മോട് പ്രതികരിച്ച അതിഥിയും എല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമറ കണ്ണുകൾക്കപ്പുറത്തേക്ക് അതീവ സൗന്ദര്യമുള്ളൊരു മേഖല കൂടിയാണ് രജൗരി.
രജൗരി. പക്ഷേ പാകിസ്ഥാന്റെ ഇത്തരത്തിൽ ഷെല്ലാക്രമണം ഉൾപ്പെടെയുള്ള പ്രകോപനങ്ങൾ തുടർച്ചയായി ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഇഷ്യൂവും അതിനപ്പുറത്തേക്കും പലപ്പോഴും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് ഇടയ്ക്ക് പാകിസ്ഥാൻ അക്രമം നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷെല്ലാക്രമണവും വെടിവെപ്പ് നടത്തുന്ന ഒരു മേഖല കൂടിയാണ് രജൗരി എന്നുള്ളത്. കൂടാതെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത മറുപടി ഭാരതം നൽകിയപ്പോൾ പാക് സൈന്യം ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ള 2 മേഖലകൾ, ഒന്ന് പൂഞ്ചും അതിനോട് ചേർന്നിട്ടുള്ള ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ രജൗരി മേഖലയുമാണ്. പ്രദീപ്, വളരെ കൃത്യമായി ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ എത്രത്തോളം വേദനയാണ് ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നത്, സൈന്യം എത്രത്തോളം പ്രതിരോധ നിര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്? ഈ രാജവാഴ്ചക്കാലത്ത് മുഗൾ തൊട്ട് തന്നെ വളരെ വലിയ സംഘർഷത്തിന് വേദിയായിട്ടുള്ള ഒരു ഭൂമി കൂടിയാണ് രജൗരി. പക്ഷെ ഇതിനൊക്കെ ശേഷം, വിഭജനത്തിന് ശേഷം വീണ്ടും അതിശക്തമായ യുദ്ധം, അതിശക്തമായ പോരാട്ടം കണ്ട ഇടം കൂടിയാണ് രജൗരി. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഈ ഭീകരന്മാർക്കും അതുപോലെ വിമത സേനകൾക്കും ഒപ്പം രജൗരി പിടിച്ചടക്കിയിരുന്നു. 1947 നവംബർ 7 പാകിസ്ഥാൻ പിടിച്ചടക്കിയിരുന്നു. 30,000-ഓളം ഹിന്ദുക്കളും സിഖുകാരും രജൗരിയിൽ താമസിച്ചിരുന്നവർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു എന്നാണ്. 1948 ഏപ്രിൽ 12 ഭാരത സൈന്യം രജൗരി തിരിച്ചു പിടിച്ചു. 19 ഇൻഫൻട്രി ബ്രിഗേഡാണ് സൈന്യത്തിന്റെ. അന്നത്തെ സെക്കൻഡ് ലഫ്റ്റനന്റ് രാമ രാഘോബ റാണയുടെ നേതൃത്വത്തിൽ ആണ് ഈ രജൗരി തിരിച്ചു പിടിച്ച് ഭാരതത്തിനൊപ്പം ചേർത്തത്. അതിശക്തമായ സുധീരം നടത്തിയ ഒരു ടാങ്ക് അറ്റാക്കിലൂടെയാണ്. അതുപോലെ തന്നെ അവിടെ ആ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റോഡ് ബ്ലോക്കുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ താവി നദിക്ക് കുറുകെ ടാങ്കുകൾ ഓടിച്ചു കയറ്റി ആക്രമണത്തിന് വേഗം കൂട്ടുകയും അപ്രതീക്ഷിതമായ ഒരു മുഖം നൽകുകയും ചെയ്തായിരുന്നു. എന്തായാലും ടൗൺ എത്തിയപ്പോഴേക്കും ആക്രമണത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നു പാകിസ്ഥാൻ സേന. അവർ ഇവിടെ നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. പക്ഷെ പോകുന്ന പോക്ക്, ഇപ്പോൾ പോലും വെടിനിർത്തലിന് ശേഷം കാണിച്ച പ്രകോപനം പോലെ തന്നെ പോകുന്ന പോക്കിൽ ഭാരത സൈന്യം ഇരച്ചു വരുന്നത് തടഞ്ഞു നിർത്താനാവില്ല എന്നുള്ള ബോധ്യം വന്നപ്പോൾ അന്നത്തെ പാകിസ്ഥാൻ സേന ചെയ്തത് എന്താണ്? പോകുന്ന വഴിയിൽ മുന്നിൽ കണ്ട പരമാവധി പേരെ വധിച്ച് കൂട്ടക്കൊല ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പലായനം ചെയ്തത്. എന്തായാലും ഭാരതീയ സേന ഇത് പിടിച്ചെടുത്ത ശേഷം ഏതാണ്ട് 1500-ഓളം വരുന്ന ഇവിടെ നിന്ന് ഓടിപ്പോയവർ തിരികെ എത്തി. പിന്നീടാണ് ഭാരതം രജൗരിയെ വിവിധ തലങ്ങളിൽ റിയേസിയുമായി ചേർത്ത് ഒരു ജില്ല രൂപീകരിച്ചു. പൂഞ്ച് ജില്ലയുടെ ഭാഗമാക്കിയിരുന്നു. അതിനുശേഷം 1968 വീണ്ടും 2 തഹസീലുകൾ രജൗരിയെയും റിയേസിലെയും ചേർത്തിട്ട് രജൗരി ജില്ലയ്ക്ക് രൂപം കൊടുത്തിരുന്നു. എന്തായാലും 2019 പാകിസ്ഥാൻ വ്യോമസേന അതിർത്തി കടന്നു വന്ന് LOC കടന്നു വന്ന് ഇവിടെ രജൗരി ജില്ലയിൽ ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും അവർ ഉദ്ദേശിച്ചിരുന്നത് ഭാരതത്തിൻ്റെ മിലിറ്ററി സേന ഡിപ്പോയാണ്. അതുപോലെ തന്നെ ഭാരതത്തിലെ നിലവിലുള്ള മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ലക്ഷ്യം. എന്തായാലും ഈ മേഖല ഇന്നിപ്പോൾ മെല്ലെ വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങുകയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വളരെ ശക്തമായ തിരിച്ചടി ഭാരതം നൽകുകയും വെടിനിർത്തൽ ലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും തിരിച്ചടി എന്നുള്ളതിന് വ്യക്തമായ സൂചന നൽകുകയും ചെയ്യുന്നു. ഒപ്പം ഇതിൽ ശുഭോദർക്കമായി തോന്നുന്നത് അനുരാഗ് ഖണ്ഡോത്ര പറഞ്ഞ വാക്കുകളാണ്. ഭാരതീയ സേനയിലും മോദിജിയിലും ഭാരത സർക്കാരിലും പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഞങ്ങളിവിടെ സുരക്ഷിതരാകും എന്നും അർഹിക്കുന്ന ഇതിൻ്റെ പ്രൗഢിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ജിഷ്ണു, വളരെ കൃത്യമായി നമ്മൾ ഈ നാടിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോൾ മുഗൾ കാലവംശം തൊട്ട് പ്രതിരോധിച്ചു നിന്നിട്ടുള്ളൊരു മേഖലയും വിഭാഗവുമാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ തുടർച്ചയായി അക്രമങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ടാണ് ഒരു പൗരൻ ഭാരത സേനയിൽ വിശ്വാസമുണ്ടെന്നും ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് വിളിച്ച് ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള
ആളുകൾ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യവും കരുത്തും എന്നുകൂടി നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇത്രയും നേരം ഈ രജോരി മേഖലയിലെ അതിർത്തി പ്രദേശങ്ങളിലെ വിഷ്വലുകളാണ്, ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ രാത്രി രജോരി തീർത്തും ശാന്തമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ ഈ മേഖലയിലേക്ക് കാറിൽ വരുമ്പോൾ കടകൾ പൂർണ്ണമായി അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇവിടെയെല്ലാം കടകൾ തുറക്കുന്നതിന് ചിലപ്പോൾ 10 മണിയാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൂർണ്ണമായും അടയ്ക്കുകയും വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ജമ്മു കശ്മീർ ഭരണകൂടവും കേന്ദ്ര സർക്കാരും സൈന്യവും അത് സംബന്ധിച്ച കൂടിയാലോചനകൾ ഇന്ന് നടത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഒരു അറിയിപ്പില്ലാതെ ഒരു കാരണവശാലും തിരിച്ചു വീടുകളിലേക്ക് എത്തരുത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് നിലവിൽ സൈന്യവും ഭരണകൂടവും നൽകിയിട്ടുള്ള നിർദ്ദേശം. കാരണം ഏത് സമയവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നൊരു ചതി അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടുള്ളൊരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കാനും നിലവിൽ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരാനുമാണ് ഇവിടെയുള്ള ജനങ്ങളോട് ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ശ്രീനഗറിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത്തരം ആളുകളെ വീണ്ടും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് താമസിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും പ്രതിരോധ നടപടികൾ സംബന്ധിച്ചും ചർച്ചയുണ്ടാകുമെന്നാണ് പ്രതി മനസ്സിലാക്കുന്നത്.